ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ സഹായിക്കാൻ ടെൻഡർ ഒഴിവാക്കിയെന്ന പരാതി. MG സർവകലാശാലയിലാണ് ഈ സംഭവം. MG സർവകലാശാലയിലെ ഡിജിറ്റലൈസേഷൻ ബയോമെട്രിക് പഞ്ചിങ് ജോലികൾക്കാണ് ടെൻഡർ ഒഴിവാക്കിയത്. കണ്ണൂർ, കാലിക്കറ്റ്, MG മലയാളം സാങ്കേതിക സർവകലാശാലകളുടെ 116 കോടി രൂപയുടെ മരാമത്ത് ജോലികൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏൽപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ ടെൻഡർ ക്ഷണിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമായി ഇത് നൽകിയത് കരാർ? ഗുഡ് മോർണിംഗ് SKN. സാധാരണഗതിയിലുള്ള ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ സർവകലാശാലകളിലെ മരാമത്ത് പണികൾക്കുൾപ്പെടെ ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ടെൻഡർ വിളിക്കണമെന്നൊരു ചട്ടമുണ്ട്. ആ ചട്ടം ഇവിടെ പാലിച്ചിട്ടില്ല. മാത്രമല്ല, ടെൻഡറുമായി ബന്ധപ്പെട്ട് ഈ ഊരാളുങ്കലിനൊപ്പം ഉണ്ടായിരുന്നത് കെൽട്രോണും സീഡിറ്റും പോലുള്ള അംഗീകൃത പാനലുകളായിരുന്നു. ഈ ടെൻഡർ ഒഴിവാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇവരുൾപ്പെടെ പിന്മാറിയതിനു ശേഷമാണ് ഊരാളുങ്കലിലേക്ക് ടെൻഡർ പോയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പണികൾ MG സർവകലാശാലയിലെ ഡിജിറ്റലൈസേഷനും ഒപ്പം തന്നെ ബയോമെട്രിക് പഞ്ചിങ്ങും ഉൾപ്പെടെയുള്ള വലിയ പൈസ ചെലവ് വരുന്ന പദ്ധതികൾക്കുൾപ്പെടെ ഊരാളുങ്കലാണ് ഇപ്പോൾ കരാർ എടുത്തിരിക്കുന്നത്. ഒരു ടെൻഡർ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മന്ത്രി R. ബിന്ദു തന്നെ നിയമസഭയിൽ രേഖാമൂലം അറിയിക്കുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ ഇതിനോടകം തന്നെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളായ മലയാളം, കണ്ണൂർ സാങ്കേതിക സർവകലാശാല, ശാസ്ത്ര സർവകലാശാല തുടങ്ങി വിവിധ സർവകലാശാലകളിലെ മരാമത്ത് പണികൾക്കും ഊരാളുങ്കലിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അഡ്വാൻസ് സാധാരണഗതിയിൽ സർക്കാർ ഉത്തരവ് പ്രകാരം അങ്ങനെ അഡ്വാൻസ് നൽകുന്നതല്ല. പക്ഷേ ആ ഉത്തരവ് മറികടന്നുകൊണ്ടും 50% അഡ്വാൻസ് ഊരാളുങ്കലിന് നൽകി എന്നുള്ളത് മന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഓഡിറ്റ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു എതിർപ്പ് അറിയിച്ചിരുന്നു. ആ എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ഊരാളുങ്കലിന് ഇത്തരത്തിൽ ഇത് അഡ്വാൻസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ ഊരാളുങ്കൽ ഉൾപ്പെടെ നടക്കുന്ന ഈ ക്രമക്കേടുകൾ അത് സംസ്ഥാനത്തെ സർവകലാശാലകളിലാകെ വ്യാപക ക്രമക്കേടായി തന്നെ മാറുന്നുണ്ട് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കുൾപ്പെടെ കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം. SKN. താങ്ക് യു സലീം മാലിക്.